കഴിഞ്ഞ 4 മാസത്തിലേറെയായി റോയ് വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് പുറം ലോകത്തിന് അറിവില്ലാത്ത കാര്യമായിരുന്നു. ഉടമ CJ റോയ് മരിച്ചിട്ടും ചിലർ തങ്ങളെ വേട്ടയാടുകയാണെന്നാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD TA ജോസഫിന്റെ പ്രതികരണം. പല രാഷ്ട്രീയ നേതാക്കളെയും സിനിമാ മേഖലയിലുള്ളവരുമായി ബന്ധപ്പെട്ടു അവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു. പല ഏജൻസികളും, ഒരു ഏജൻസിയും കുറ്റം പറയാനല്ല, ആൾക്കാരെ, വ്യവസായികളെ വേട്ടയാടാനും രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കപ്പെടാനും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 ദിവസങ്ങളിൽ SITയുടെ പരിശോധനയിൽ പല രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരോ ഒക്കെ ചോദ്യമുനയിലെത്തും എന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. റോയിയുടെ കഴിഞ്ഞ 3 മാസത്തെ ഫോൺ കോൾ റെക്കോർഡുകളും അദ്ദേഹവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്ന 20ഓളം പേരുടെ മൊഴികളും ഇതിനോടകം ഈ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡിനെ തുടർന്ന് പലരും നിക്ഷേപം പിൻവലിച്ചു എന്ന വിവരം കൂടി SITക്ക് കിട്ടി. മരണത്തിന് തൊട്ട് തലേ ദിവസം പോലും അദ്ദേഹം ജയനഗറിലെ ഒരു പ്രമുഖ സൈക്യാട്രിസ്റ്റിനെ കണ്ടിരുന്നു. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. CJ റോയിയുടെ ആത്മഹത്യയാണെന്ന് 100% പറയാൻ കഴിയില്ല. കാരണം സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് പലരും പറയാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ഈ കള്ളപ്പണമുണ്ട്, ഈ കെട്ടിപ്പൊക്കിയതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അത് EDയും IT ഒക്കെ റെയ്ഡ് ചെയ്ത് കണ്ടുപിടിക്കുമെന്നായപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്നാണ് പലരും പറയുന്നത്. ഒരുപക്ഷെ അവിടെയൊക്കെ ആലോചിക്കേണ്ടത് ഇതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? അദ്ദേഹത്തിൻ്റെ കള്ളപ്പണം ഉണ്ടായിരുന്നുവെന്നോ ഇല്ലെങ്കിൽ റോയ് എന്ന് പറയുന്ന വ്യക്തി തെറ്റായ രീതിയിൽ സമ്പാദിച്ചു എന്നുള്ളതിനോ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഒരിടത്ത് മീഡിയ IT ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും പറയുന്നില്ല ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കള്ളപ്പണം ഉണ്ടായിരുന്നു, ഞങ്ങൾ റെയ്ഡ് ചെയ്തപ്പോൾ അത് കിട്ടി, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് എന്നൊരു സ്ഥലത്തും അവർ പറയുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കഥകൾ ആരുണ്ടാക്കണം? എന്തിനു വേണ്ടിയായിരിക്കണം ഉണ്ടാക്കിയിരിക്കുന്നത്? അവിടെ ഇപ്പോൾ പലരും പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിരവധി പേർ കടം വാങ്ങിയിരുന്നു, അത് തിരിച്ചു കൊടുക്കാത്തത് അദ്ദേഹത്തിന് തലവേദനയായിരുന്നു, അതുമൂലം അദ്ദേഹത്തിന് കുറേ നഷ്ടങ്ങളുണ്ടായി എന്നും പറയുന്നുണ്ട്. എന്ന് കരുതി കോൺഫിഡന്റ് ഗ്രൂപ്പ് ഒരു തകർച്ചയിലേക്ക് പോയി എന്നൊന്നും പറയാൻ കഴിയത്തില്ല. പക്ഷേ ആരൊക്കെയോ അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു പക്ഷേ അദ്ദേഹം കടം കൊടുത്തവരാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വ്യാജ വാർത്തകൾ വരുമ്പോൾ, ഇദ്ദേഹത്തെ ഇത്ര മോശമാക്കി പറയുമ്പോൾ ആർക്കാണ് ലാഭം എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ പലരും അറിയാത്തൊരു കാര്യമായിരുന്നു അദ്ദേഹം കുറച്ചു നാളായിട്ട് വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ പലർക്കും പ്രചരിപ്പിക്കാൻ ഇഷ്ടം കള്ളപ്പണം, അദ്ദേഹത്തെ മോശമാക്കുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് പലരുടെയും ഇപ്പോൾ ഒരു അജണ്ടയായിട്ട് മാറിയിരിക്കുന്നത്. ആരും അദ്ദേഹം ചികിത്സയിലായിരുന്നെന്നോ വിഷാദ രോഗം ഉണ്ടായിരുന്നെന്നോ ഒന്നും പറയുന്നില്ല. എന്തായാലും ആ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ CJ റോയ് അനുഭവിച്ചിരുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വരൻ നൽകിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 4 മാസത്തിലേറെയായി റോയ് വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് പുറം ലോകത്തിന് അറിവില്ലാത്ത കാര്യമായിരുന്നു. മരണത്തിന് തൊട്ട് തലേ ദിവസം പോലും അദ്ദേഹം ജയനഗറിലെ ഒരു പ്രമുഖ സൈക്യാട്രിസ്റ്റിനെ കണ്ടിരുന്നു. 9 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. തന്റെ കുടുംബത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ടും ഫൈനൽ സ്റ്റെപ്പ് എടുക്കാൻ താൻ നിർബന്ധിതനാകുകയാണെന്നും അദ്ദേഹം അതിൽ കുറിച്ചിരുന്നു. ആത്മവിശ്വാസത്തിന്റെ പര്യായമായി അറിയപ്പെട്ടിരുന്ന ഒരു ബിസിനസ്സുകാരൻ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയതിന് പിന്നിലെ മാനസിക സംഘർഷങ്ങൾ SIT വിശദമായി പരിശോധിക്കുന്നുണ്ട്. മരണ ദിവസം ഓഫീസിലുണ്ടായ സംഭവ വികാസങ്ങൾ വളരെ നാടകീയമായിരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്റെ അമ്മയോട് സംസാരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. മാനേജിംഗ് ഡയറക്ടർ TA ജോസഫിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ട ശേഷം റോയ് തന്റെ ക്യാബിനിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു. ആരെയും അകത്തേക്ക് വിടരുതെന്ന കർശന നിർദ്ദേശം അദ്ദേഹം സെക്യൂരിറ്റി ജീവനക്കാർക്ക് നൽകിയിരുന്നു. പിന്നീട് വിളിച്ചിട്ടും പ്രതികരണമില്ലാതായതോടെ വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന റോയിയെ ജോസഫും മറ്റുള്ളവരും കാണുന്നത്. അദ്ദേഹത്തിന്റെ ലൈസൻസ് ഉള്ള തോക്കിൽ നിന്ന് തന്നെയുള്ള വെടിയേറ്റാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. എന്നിരുന്നാലും ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ച കത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആദായ നികുതി വകുപ്പ് കേന്ദ്രത്തിന്റെ കീഴിലായതിനാൽ അന്വേഷണത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ധനമന്ത്രിയാണ്. ഇവിടെയൊക്കെ CJ റോയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കാരണം CJ റോയി മരിച്ചതുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും നടക്കുന്നുണ്ട്. അതായത് അമ്മയോട് സംസാരിക്കാനെന്ന് പറഞ്ഞ റൂമിലോട്ട് പോയ അദ്ദേഹം വാതിലടച്ച് വെടിവെച്ചു എന്നാണ് പറയുന്നത്. ആ വെടിവെച്ചത് ആരും കണ്ടില്ല, ആ വെടിവെച്ച ശബ്ദവും ആരും കേട്ടില്ല. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞാണ് സംശയം തോന്നിയിട്ടാണ് പലരും വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയത്. അവിടെ ആ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 3:15 അദ്ദേഹത്തിൻ്റെ മരണം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ പോലീസിനെ അറിയിപ്പിക്കുന്നത് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഏകദേശം 4 മണി കഴിഞ്ഞിട്ടാണ്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് പോലീസിനെ അറിയിക്കാൻ എന്തുകൊണ്ട് വൈകി? അതൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഈ ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് പല കഥകളും പ്രചരിക്കുന്നുണ്ട്. അതിലൊരു കാര്യമാണ് രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്നും അതുപോലെ സിനിമാ നടന്മാരുടെ കയ്യിൽ നിന്നും എല്ലാം അദ്ദേഹം നിക്ഷേപം സ്വീകരിക്കുമായിരുന്നു എന്ന്. അടുത്തൊരു വലിയ പ്രോജക്റ്റിലേക്ക് നിക്ഷേപം തരാമെന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ സിനിമാ നടന്മാരും പെട്ടെന്ന് അങ്ങ് തിരിയുകയുണ്ടായി. അതായത് EDയുടെ റെയ്ഡും അതുപോലുള്ള തുടർച്ചയായിട്ടുള്ള റെയ്ഡുകളും എല്ലാം ഇദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുമൂലം ഈ രാഷ്ട്രീയക്കാരും നടന്മാരും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടെ ചിന്തിക്കുകയും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥ വരികയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ മാനസികമായുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായോ എന്നും ഇപ്പോൾ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആളുകളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ എന്തോ ഒരു വലിയ കാര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്.
അതിൽ ഒരു സംശയമില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്താണ് കാരണം എന്നുള്ളതിനെ തേടിപ്പോകുന്നത്. അതിലിപ്പോൾ ജനങ്ങളെ കുറ്റം പറയാൻ കഴിയത്തില്ല. പലരും പല രീതിയിൽ ചിന്തിക്കും. അതിൽ പലതും ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റുമായിരിക്കാം. എന്തായാലും ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നറിയത്തില്ല. പക്ഷെ അതിന് വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്, റോയിയുടെ ആത്മഹത്യക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു കാരണം ഉണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നത്. കാരണം ഈ റോയിയുടെ ബംഗളൂരുവിലെ ഓഫീസിൽ നിന്നും ലഭിച്ച ആത്മഹത്യാ കുറിപ്പിന് സമാനമായിട്ടുള്ള ഡയറി കുറിപ്പിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അത് കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന്, തനിക്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട പല ബുദ്ധിമുട്ടുകളുണ്ടായി, നഷ്ടങ്ങളുണ്ടായി, തിരിച്ചടികളുണ്ടായി. ഒപ്പം നിൽക്കുന്ന നിക്ഷേപകരെ വഞ്ചിക്കരുത്, ഒപ്പം കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിർദ്ദേശമൊക്കെ ആ കുറിപ്പിലുണ്ട്. അതിനർത്ഥം നേരത്തെ തന്നെ റോയ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നതാണ്. പക്ഷേ അതിനുള്ള കാരണമാണ് SIT കണ്ടെത്തുന്നത്. സഹപ്രവർത്തകരിൽ നിന്നുള്ള മൊഴിയോ അല്ലെങ്കിൽ റോയുമായി ഒപ്പം നിൽക്കുന്നവരുടെ മൊഴിയിൽ നിന്നും അത്തരത്തിലുള്ള സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം കേരളത്തിലെയും ദുബായിലുമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ അല്ലെങ്കിൽ കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചത്. പ്രത്യേകിച്ച് കേരളത്തിൽ വീണ്ടും കുറച്ചുകൂടി സജീവമാക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കളെയും സിനിമാ മേഖലയിലുള്ളവരുമായി ബന്ധപ്പെട്ടു. അവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡിനെ തുടർന്ന് പലരും നിക്ഷേപം പിൻവലിച്ചു എന്ന വിവരം കൂടി SITക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 ദിവസങ്ങളിൽ SITയുടെ പരിശോധനയിൽ പല രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരോ ഒക്കെ ചോദ്യമുനയിലെത്തും എന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അതെ, നിക്ഷേപകർ പലരും പൈസ പിൻവലിച്ചു തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ അതിനെല്ലാം കാരണം ഈ റെയ്ഡുകളായിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ റെയ്ഡ് നടത്തിയതിനു ശേഷം എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചോ? അതായത് റോയുടെ കയ്യിൽ കള്ളപ്പണം ഉണ്ടെന്നോ അല്ലെങ്കിൽ റോയി എന്തെങ്കിലും ഇല്ലീഗലായിട്ട് ചെയ്യുന്നെന്നോ എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചോ? ഇല്ല. അങ്ങനെ ഒരു തെളിവ് ലഭിച്ചതായിട്ട് ആരും പറയുന്നതുമില്ല. അങ്ങനെ ഒരു പത്രക്കുറിപ്പോ ഇല്ലെങ്കിൽ TV-യിലെ ന്യൂസോ നമ്മൾ കേട്ടിട്ടുമില്ല. പക്ഷെ പലരും ഊഹിക്കുകയാണ് കള്ളപ്പണമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നു. അതായത് ഇവിടെയൊക്കെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ തകർക്കാൻ എന്തോ ശ്രമം നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടായിരുന്നു ഈ റെയ്ഡ് മൂലം ഒരു നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുക, പല നിക്ഷേപകർക്കും മനസ്സിലാക്കി കൊടുക്കുക, ഇനി റോയ്ക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇനി തങ്ങളുടെ പൈസ സേഫ് അല്ല എന്നൊരു തോന്നലുണ്ടാക്കുക. അതൊക്കെ ആയിരുന്നു ഈ റെയ്ഡ് കൊണ്ടുള്ള ഉദ്ദേശം എന്നുവരെ തോന്നിപ്പോകുന്നുണ്ട്. ഇത്രയും റെയ്ഡും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടും അദ്ദേഹത്തെ കുറ്റക്കാരനാക്കുന്ന രീതിയിൽ ഒരു തെളിവും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇത് തന്നെയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പും പറയുന്നത്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് പല നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾക്കറിയാം മലയാളികളുടെ ഒരു നേച്ചറാണല്ലോ. അതോ ആ നെഗറ്റീവ് ന്യൂസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. പല അലിഗേഷൻ, പല കാര്യങ്ങൾ. എന്തോ ഞങ്ങളുടെ കമ്പനിയുടെ അകത്ത് ബോർഡിലുള്ള ആളെ പോലെയാണ് അവരോട് സംസാരിക്കുന്നത്. പൈസ കൊടുക്കാണ്ട് പൈസ അവിടെ നിന്നെടുത്തു, കട്ടു, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. ഇതൊന്നും ഒരു സ്ഥാനവും കമ്പനിയിലില്ല. ഞങ്ങളെ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത്, ഞങ്ങളതാണ് ചെയർമാൻ ടിൽ ദ സെക്യൂരിറ്റി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് മുന്നോട്ട് പോയി അന്നു വേണ്ട ആഹാരത്തിലുള്ള പണിയെടുത്തിട്ടാണ് ഞങ്ങൾ ഈ കമ്പനിയെ കെട്ടിപ്പുറത്തിരിക്കുന്നത്. അല്ലാതെ ഒരാളുടെ പൈസയോ ഒരു ബിൽഡറിന്റെ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ കള്ളക്കടത്ത് പണമോ അല്ലെങ്കിൽ അവിടുത്തെ പണം ഇവിടുത്തെ പണമൊന്നും ഇവിടെ ഇല്ല. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതൊന്നും നിങ്ങൾ കേട്ട് ഗണിക്കണം. എന്നാലും ഇവരെ ഉണ്ടെങ്കിൽ വരട്ടെ, അതൊക്കെ ആയിട്ട് വരട്ടെ. അപ്പോൾ നമുക്കത് നോക്കാം. അതെ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് ഉറപ്പാണ് തങ്ങൾ കള്ളപ്പണം ഉപയോഗിച്ചിട്ടില്ല. എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, അല്ലാതെ ഇങ്ങനെ കള്ളപ്രചരണങ്ങൾ നടത്തരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെയൊക്കെ ചിന്തിക്കേണ്ടത് ആരുടെ കയ്യിലെങ്കിലും തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഈ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ കയ്യിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരത് പുറത്ത് പറയുമായിരുന്നു. അതുപോലെ തന്നെയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനും ഇങ്ങനൊരു ധൈര്യം വരില്ലായിരുന്നു. അവരും ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ വെട്ടി തുറന്ന് പറയത്തില്ലായിരുന്നു. എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ, അതിനുശേഷം ഞങ്ങൾ തീരുമാനിക്കാം എന്നവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയില്ലായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ആരാണ് ഇങ്ങനെയുള്ള കഥകൾ മെനയുന്നത്? ഓക്കെ, അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സംശയം പ്രകടിപ്പിച്ചോ? പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കള്ളപ്പണം ഉണ്ട്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇല്ലീഗലാണ് എന്നൊക്കെ പറഞ്ഞ് വരുത്തുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇല്ലീഗലാണ് എന്നൊക്കെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് വരുത്തുമ്പോൾ അതെന്തിൻ്റെങ്കിലും അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലെങ്കിൽ ആ വ്യക്തി ഇത്ര നാളും കഷ്ടപ്പെട്ടത് അത് അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ മോശമാക്കുന്ന രീതിയിലാണ്. ഒരുപക്ഷെ ഇവിടെ പലരും സംശയം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സ്രോതസ്സ്, ഇത്രയും വലിയൊരു എമൗണ്ട് അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി? അദ്ദേഹം ഒരു ലോൺ പോലും എടുത്തിട്ടില്ലല്ലോ. പല വൻകിട വ്യവസായികൾ പോലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഇത് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ലോൺ എടുക്കാതെ ഇത്രയും പൈസ എങ്ങനെ കിട്ടി എന്നുള്ള ചിന്തയാണ് പലരെയും ഇത് കള്ളപ്പണമാണെന്നുള്ള രീതിയിൽ ചിന്തിപ്പിക്കുന്നത്. പക്ഷേ സംശയം പ്രകടിപ്പിക്കാം, എന്നാൽ ഇത് ശരിയാണ് എന്ന രീതിയിൽ പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ കഴിയത്തില്ല. അവിടേക്കാണോ ഒന്ന് ചിന്തിക്കേണ്ടത്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയവർ ചെയ്യിക്കുന്ന വേലയാണോ?
ഞാൻ വിഷമഘട്ടത്തിലാണ് എന്ന് പറഞ്ഞത് ഈ കടം കൊടുത്തവർ തിരികെ തരാഞ്ഞിട്ടാണോ? അവരാണോ റോയിയെ മോശമാക്കാൻ ശ്രമിക്കുന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. റോയിയുടെ ബിസിനസ് പങ്കാളികൾ, കുടുംബാംഗങ്ങൾ, ബോർഡ് അംഗങ്ങൾ എന്നിവരിലേക്ക് അന്വേഷണം നീളുമ്പോൾ ഒരു വമ്പൻ സാമ്പത്തിക സ്രോതസ്സിന്റെ ഉറവിടങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി SIT കൊച്ചിയിലെത്തുന്നത് കേരളത്തിലെ അദ്ദേഹത്തിന്റെ ഇടപാടുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കാനാണ്. റോയ് അവസാനമായി ബന്ധപ്പെട്ടത് ആരോടൊക്കെയാണ്? നിരന്തരമായി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചവർ ആരൊക്കെയാണ്? ആരെങ്കിലും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നോ? തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നിരന്തരം വിളിച്ചവരെ ചോദ്യം ചെയ്യാനുള്ള പട്ടികയും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. റോയിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ ഏറ്റവും വലിയ സവിശേഷതയായി അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത് തന്റെ പ്രോജക്റ്റുകൾക്കായി ബാങ്ക് വായ്പകൾ എടുക്കാറില്ല എന്നതായിരുന്നു. സാധാരണയായി റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വൻകിട പ്രോജക്റ്റുകൾ ബാങ്ക് ലോണുകളെ ആശ്രയിച്ചാണ് നീങ്ങാറുള്ളത്. എന്നാൽ കടം വാങ്ങാതെയും ബാങ്ക് വായ്പകൾ ഇല്ലാതെയും എങ്ങനെയാണ് ഇത്രയും വമ്പൻ പ്രോജക്റ്റുകൾ റോയ് നടപ്പിലാക്കിയിരുന്നത് എന്നത് SITയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമസ്യയാണ്. ഈ സാമ്പത്തിക മാതൃകയുടെ സുതാര്യതയെക്കുറിച്ചും പണം എവിടെ നിന്ന് വരുന്നു എന്നതിനെക്കുറിച്ചും ആദായനികുതി വകുപ്പ് ദീർഘകാലമായി നിരീക്ഷണം നടത്തിയിരുന്നു. ആദായനികുതി റെയ്ഡുകൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയെന്നും അതിനു പിന്നാലെ നിക്ഷേപകരിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അധികമായിരുന്നുവെന്നും സൂചനകളുണ്ട്. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബോർഡ് അംഗങ്ങളിലേക്കും റോയിയുടെ ഒരുപക്ഷെ നിക്ഷേപകരിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമായിരിക്കാം. പക്ഷേ ആ സമ്മർദ്ദം ഉണ്ടാക്കി വെച്ചത് ഈ IT ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നതിൽ തെറ്റു പറയാൻ പറയില്ല. കാരണം ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള റെയ്ഡും അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്നുള്ള സ്റ്റേയും ഒരു കോടതി വിധിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ നിക്ഷേപകർ തന്നെ വിചാരിക്കും എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, തങ്ങൾ പൈസ പിൻവലിക്കാനുള്ള സമയമായി. അങ്ങനെയുള്ള അവസരത്തിൽ മാനസികമായിട്ട് തകർന്നതായിരിക്കാം അത് റോയി എന്ന് പറയുന്ന വ്യവസായിയെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടോ എന്നും ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ IT റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് കിടക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ ഡയറക്റ്റ്ലി അല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് അത് ബാധിച്ചു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അവർ നൽകിയിരിക്കുന്ന മൊഴി, അതായത് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി, തങ്ങൾ ഒരു വിധത്തിലുള്ള സമ്മർദ്ദവും റോയ്ക്ക് മേൽ ചുമത്തിയിരുന്നില്ല. പകരം ചില രേഖകൾ, ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ രേഖകൾ ഹാജരാക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്ന കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ എന്താണ് ഈ IT ഉദ്യോഗസ്ഥർ റോയിയുടെ ഓഫീസിൽ, കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസിലെത്തി അവിടെ ഒരു പരിശോധന നടത്താനുണ്ടായ കാരണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം തേടുന്നത്. അതിനു വേണ്ടിയിട്ടായിരിക്കും നാളെ കൊച്ചിയിലെത്തുന്ന സംഘം ആദായനികുതി ഓഫീസിലെത്തും. അവിടെ വെച്ച ഈ രേഖകൾ പരിശോധിക്കും. കാരണം കൊച്ചിയിലെ ഉദ്യോഗസ്ഥരാണ് റോയിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയത്. ആ രേഖകൾ പരിശോധിക്കും, അവരുടെ മൊഴി വീണ്ടും എടുക്കും. അതേ സാഹചര്യത്തിൽ തന്നെയാണ് കൊച്ചിയിലെ ഓഫീസിൽ, കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കൊച്ചിയിലെ പാലാരിവട്ടത്തുള്ള ഓഫീസിലേക്കും സംഘം എത്തും. അവിടെ ഇപ്പോൾ അതിന്റെ ചുമതലയുള്ള TJ ജോസഫിന്റെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവിടെയുള്ള സഹപ്രവർത്തകരോട് കാര്യങ്ങൾ ചോദിക്കും. അതോടൊപ്പം തന്നെ ഈ ബോർഡ് മീറ്റിംഗിൽ, അവസാനമായി റോയ് പങ്കെടുത്ത ബോർഡ് മീറ്റിംഗിൽ പങ്കെടുത്തവരാരൊക്കെയാണ്, ആ യോഗത്തിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്, ഈ റെയ്ഡിന് ശേഷമുള്ള യോഗങ്ങൾ, അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഈ റെയ്ഡ് ആരംഭിച്ചിരുന്നു. ആ യോഗങ്ങൾ, റെയ്ഡിന് ശേഷം ഒരു ബോർഡ് മീറ്റിംഗ് ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചന റോയ് നൽകിയിരുന്നു എന്നീ കാര്യങ്ങളായിരിക്കും പ്രധാനമായും SIT പരിശോധിക്കുക. എന്തായാലും റോയിയുടെ കുറച്ച് നാളത്തേക്കുള്ള ഫോൺ കോളും അദ്ദേഹം അവസാനമായിട്ട് ഏതൊക്കെ മീറ്റിങ്ങിൽ പങ്കെടുത്തു, ആരൊക്കെ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു, എവിടെയൊക്കെയാണ് അദ്ദേഹം യാത്ര ചെയ്തത് എന്നുള്ളതൊക്കെ അന്വേഷിച്ചാൽ തന്നെ ഒരു വിധത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ തെളിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇദ്ദേഹം കടം കൊടുത്തവർ, അവരെക്കുറിച്ചും ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. എത്രമാത്രം രൂപയാണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്, ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു എന്നതും അറിയേണ്ടതുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുക്കൾ പോലും പറയുന്നില്ല ഇദ്ദേഹത്തിന് ഫിനാൻഷ്യലി എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന്. എല്ലാവരും പറയുന്നത് റോയി എന്ന് പറയുന്ന വ്യവസായിക്ക് ഫിനാൻഷ്യലി ഒരു പ്രോബ്ലം ഇല്ല എന്ന് തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇനിയൊരു ഫിനാൻഷ്യലി ഒരു പ്രോബ്ലം ഉണ്ടാകുമോ എന്നുള്ള പേടി മൂലമോ പെട്ടെന്ന് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ തോന്നിയതാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് ഉറപ്പാണ്, തങ്ങൾ കള്ളപ്പണം ഉപയോഗിച്ചല്ല ഇത് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ തങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു പ്രോബ്ലവും ഇല്ല എന്നും എടുത്തു പറയുന്നുണ്ട്. കാരണം അവരുടെ വാക്കുകളിലുണ്ട്, നിങ്ങൾ ഏത് അന്വേഷണവും നടത്തിക്കോളൂ, എന്തും ചെയ്തുകൊള്ളൂ, അത് ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, ഈ കള്ളപ്പണമുണ്ട് എന്നുള്ളതൊക്കെ ഇല്ലാ കഥ പ്രചരിപ്പിക്കുന്നതാണ്. ഇനി അഥവാ അങ്ങനെയുള്ള തെളിവുകൾ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരിക എന്നും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പറയുന്നുണ്ട്. കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു അലിഗേഷനാണ് ഞാൻ കേട്ടത്. അതായത് ഇത് EDയുടെ സെർച്ചാണ്, അതുപോലെ തന്നെ FEMAയുടെ ആണോ, അല്ലെങ്കിൽ PMLAയുടെ ആണോ, അല്ലെങ്കിൽ CBI, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല പല ന്യൂസ് ചാനലുകളും, അതായത് തേർഡ് റേറ്റ് ന്യൂസ് ചാനലുകളിലല്ല, ന്യൂസ് ചാനൽ ഇൻ ദ സെൻസ് യൂട്യൂബേഴ്സ്, അവരിൽ നിന്നെല്ലാം വരുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള യൂട്യൂബേഴ്സ്, നൂറുകണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും ഒരു 4-5 വിരലെണ്ണാവുന്നവരാണ് ഇങ്ങനെയുള്ള ഈ ന്യൂസുകളൊക്കെ നെഗറ്റീവ് ന്യൂസുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൂഫോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് കൊണ്ടത് കാണിക്കുക. ഞാൻ 6-ാം തീയതി തൊട്ട് എൻ്റെ ഓഫീസിൽ ഉണ്ടാവും. കാലത്ത് 8:30 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഞാൻ ഉണ്ടാവും. എനി ടൈം യു ക്യാൻ ബ്രിങ് ഇറ്റ്, ദെൻ ഐ വിൽ റിവാർഡ് യു ദെൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇല്ലാത്ത കാര്യം, നിങ്ങളെന്തോ കമ്പനിയുടെ അകത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ CBIയിലോ EDയിലോ വർക്ക് ചെയ്യണമെന്ന് പോലെയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികൾ വർക്ക് ചെയ്യും, ഇൻകം ടാക്സുകാരെ കുറിച്ചും കുറെ കാര്യങ്ങൾ. ഇതൊന്നും സത്യമായ കാര്യങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതെ, പലരും ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണ്. CBIയിലെ ഉദ്യോഗസ്ഥനെ പോലെയും EDയിലെ ഉദ്യോഗസ്ഥരെ പോലെയൊക്കെയാണ് പലരും ചർച്ച ചെയ്യുന്നത്. അതായത് കള്ളപ്പണമുണ്ട്, ഇവർ ഇല്ലീഗലായിട്ട് ബിസിനസ് നടത്തി എന്നുള്ള രീതിയിൽ റോയിയെ അങ്ങ് മോശമാക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും തെളിവുകളോ അതുപോലെ രീതിയിലുള്ള ന്യൂസുകളോ വല്ലതും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നതിൽ തെറ്റില്ലായിരുന്നു. പക്ഷേ അങ്ങനെ വാർത്ത പോലും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള രീതിയിലുള്ള ചർച്ചകൾ, അതായത് ഒരു സംശയം പറയുകയല്ല, അവരുടെ കയ്യിൽ കള്ളപ്പണമാണ് എന്ന് ഉറച്ചങ്ങ് സ്ഥാപിക്കുകയാണ്. എന്തായാലും റോയിയുടെ മരണത്തിൽ വലിയൊരു കാരണം പിന്നിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പല പല സംശയങ്ങളും പ്രകടിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ഒന്നിനും വ്യക്തമായുള്ള ഉത്തരമില്ല. എന്താണ് മരണകാരണമെന്നോ എന്തുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്നോ ഇനി ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊന്നും ഒരു വ്യക്തതയില്ലാതെ പോവുകയാണ്. ഇനി അന്വേഷണം നടക്കട്ടെ. ഇതിൽ നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.